ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ. നമുക്കിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മത്തിക്ക് നമ്മൾ മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മത്തിയെല്ലാം മുറിച്ച് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. ആദ്യം കുറച്ച് പുളി എടുത്ത് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. അത് ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് കേട്ടോ. തക്കാളി കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം നമ്മൾ പൊടികൾ ഇടാൻ തുടങ്ങാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഉടയ്ക്കാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ പുളിവെള്ളം ഒഴിക്കാറ്. പുളി പിഴിഞ്ഞ വെള്ളത്തിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ വെക്കാം. പുളിവെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇന്ന് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.